നല്ല ജ്യൂസി ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള ഇഫ ചിക്കൻ ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടി ചിക്കൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അത് നന്നായി ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ടേ. പിന്നെ അതിനെ ചെറുതായിട്ടൊന്ന് അടിച്ചു പരത്തി കൊടുക്കുക. പിന്നെ മസാലയ്ക്ക് വേണ്ടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും തൈരും എടുത്തിട്ടുണ്ട്. കട്ട തൈരാണ് വേണ്ടത്. എൻ്റെ തൈര് ലൂസാക്കിപ്പോയി, അത് നിങ്ങൾ കാര്യമാക്കണം കേട്ടോ. അതിലേക്ക് മുളക് പൊടി, കാശ്മീരി ചില്ലി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാലപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. ജീരപ്പൊടി എടുത്താലും മതി കേട്ടോ. പിന്നെ അതിലേക്ക് നാരങ്ങാനീരും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ ഒരു കുഴമ്പ് പരുവത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഞാൻ ഓയിൽ ഊറ്റിയാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വെള്ളം ചേർത്താലും മതി. അങ്ങനെ പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ട് ചിക്കനിലേക്ക് ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ ഒന്ന് കോട്ട് ചെയ്ത് പിടിപ്പിക്കുക കേട്ടോ. മസാല എല്ലായിടത്തും ചെല്ലത്തൊക്കെ വേണം കേട്ടോ കോട്ട് ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് ഞാനൊരു 4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. നിങ്ങൾ കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 5 മണിക്കൂർ ഞാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ചിക്കനെ കുക്കായി എടുക്കാം. അതിന് വേണ്ടി ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് ബട്ടറും ഓയിലും കൂടെ മിക്സ് ചെയ്താണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾ ഓയിൽ മാത്രമോ ബട്ടർ മാത്രമോ ഒക്കെ വേണം ചേർക്കാം കേട്ടോ. എന്നിട്ട് അത് 30 to 40 മിനിറ്റ് ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിലും പിന്നെ ലോ ഫ്ലെയിമിലും ഇട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ 40 മിനിറ്റിന് ശേഷം നമ്മുടെ ചിക്കൻ കുക്കായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ചീസി മയോണൈസ് വേണം. അതിനുവേണ്ടി മിക്സർ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 പുഴുങ്ങിയ മുട്ടയുടെ വെള്ളയും പിന്നെ 3-4 അല്ലി വെളുത്തുള്ളിയും 2 സ്ലൈസ് ചീസ് ഇട്ട് കൊടുക്കുക. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ പാലും പിന്നെ 1/4 കപ്പ് ഫ്രഷ് ക്രീമും 3 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് 1/4 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ ചീസി മയോണൈസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. എന്നിട്ട് ആ കുക്ക് ചെയ്ത് വെച്ച ചിക്കൻ വീണ്ടും ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുക. നേരത്തെ എടുത്ത പാനിൽ തന്നെ മതി കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് മയോണൈസ് ഒന്ന് മുകളിലൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 3-4 മിനിറ്റ് അടച്ചു വെച്ച് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ദുബായ് വൈറൽ ഇഫ ചിക്കൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അതിലേക്ക് മല്ലിയിലയും ചില്ലി ഫ്ലേക്സും ഒറിഗാനോയും കൂടെ ചേർത്ത് ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. ചേർത്താൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ദുബായ് വൈറൽ ഇഫ ചിക്കൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ വ്ളോഗ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ.